ഒന്നിങ്ങനെ ആക്കുമ്പോൾ ഇത് വർക്കാവുണ്ട്. ഭയങ്കര സ്ലിപ്പറിയാണ് ആ സൈഡൊക്കെ. ഞാൻ ഒരിക്കൽ ഒന്ന് തെന്നിയിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ ഇഷ്യൂ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്, ഈ മീറ്ററിൻ്റെ ഇഷ്യൂ. ഇപ്പോൾ കണ്ട മീറ്ററിനെ ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഓണാക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഓഫല്ലേ ഇപ്പോൾ. ഓണാക്കുമ്പോൾ കണ്ട മീറ്ററിൽ പവറില്ല. പക്ഷെ നിങ്ങൾ മീറ്ററിൽ ഒന്നും പവറില്ല. അപ്പോൾ കിൽ സ്വിച്ച് ഒന്നും വർക്കാവില്ല. അതായത് എനിക്ക് തോന്നുന്നു ഇഗ്നീഷന് പവർ കണക്റ്റ് ആവുന്നില്ല. അതാണ് സംഭവം. സ്വിച്ചിൻ്റെ എന്താ പ്രശ്നമാണെന്ന് തോന്നുന്നു, ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒന്നിങ്ങനെ ആക്കുമ്പോൾ ഇത് വർക്കാവുണ്ട്. പിന്നെ ഹാൻഡിൽ അങ്ങോട്ട് തിരിക്കുമ്പോഴോ ഒരു പ്രശ്നമില്ല. ഓഫാക്കിയിട്ട് ഇനിയിപ്പോൾ ഓണാക്കിയത് അപ്പോൾ കുഴപ്പമില്ല. അതെന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ആക്സിലറേറ്റർ കേബിൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ്. അത് ഇടയിൽ നന്നായി തിരിക്കുമ്പോൾ പെടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവാനൊന്നും ചാൻസ് ഇല്ല. അപ്പം അവിടെ സർവീസ് സെൻറ്ററിൽ പറഞ്ഞപ്പോൾ അവർ ബുക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നമുക്ക് വാറൻ്റി എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാറ്റാലോ. നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓഫീസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ നല്ല വെയിലല്ലേ ഇന്നലത്തെ ക്ലൈമറ്റേ അല്ല. ഇന്നലെയൊക്കെ എന്താ മഴയെന്നറിയോ. ഇന്നിപ്പോൾ നോക്കുക, നല്ല നൈസ് വെതറാണ്, നല്ല വെയിൽ. നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവം എങ്ങനെയാണ്, നമുക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ അത് വേണം ഇത് വേണം. ഇപ്പം മഴ ഇല്ലാത്ത ടൈമിൽ മഴ വേണം എന്നായിരുന്നു. മഴ വന്നപ്പോൾ ഇത്തിരി ഒന്ന് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള കൺസെപ്റ്റായി. ഇതേ റൈറ്റ് സൈഡ് കൂടെ ഒക്കെ പോവാ. പക്ഷെ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നലെ പോയപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ടാസ്ക്കാണ്. ഇതേ പോയി ചെറിയ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോകാം. നമ്മൾ ട്രാഫിക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുമ്മാ ക്ലച്ച് പിടിച്ച് നിൽക്കാതെ വണ്ടി ന്യൂട്രലിട്ട് വയ്ക്കുക. അപ്പോൾ ക്ലച്ചിൻ്റെ വേറെ ടയറൊക്കെ കുറയും. ഇവിടെ പെട്ടെന്ന് എടുക്കണം, അതുകൊണ്ടാണ് ഞാൻ വേണ്ടി ഓഫാക്കാതെ. ഇല്ല നമ്മൾ ഓഫാക്കി വയ്ക്കുക. കേട്ടോ, അപ്പോൾ ഫസ്റ്റിലിട്ട് എടുത്താൽ മതി. ഇത് എല്ലാ ട്രാഫിക്കിലും അങ്ങനെ കീപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണെങ്കിൽ അതുപോലെ കീപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോൾ ചെയ്ത് പോകേണ്ട അവിടെ കുഴപ്പമില്ല, ക്ലച്ച് താങ്ങി പോകേണ്ടി വരും. അല്ലാത്തവിടെ നമ്മൾ കുറച്ച് ഫസ്റ്റിൽ പോവുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പോവുക. ഈ കാക്കനാട് സൈഡൊക്കെ ഇഷ്ടംപോലെ പുതിയ റെസ്റ്റോറൻറ്റ്സ് എത്ര എണ്ണം വരുന്നത്, ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം എല്ലാത്തിനും ഭയങ്കര പ്രൈസിങ്ങാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ അറിയാം, ഇപ്പം നമ്മൾ ഇത്തിരി പുറത്തുനിന്നൊരു ഫുഡ് എന്തെങ്കിലും ഇത്തിരി കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിങ്ങാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ 2 പേരുടെ മിനിമം ഒരു 500-600 രൂപ എന്തായാലും വേണ്ടി വരും. അത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല എക്സ്പെൻസ് ആയിട്ട് ഇപ്പോൾ പുറത്തുനിന്നല്ല, ഇപ്പോൾ എന്ത് സാധനങ്ങൾക്കാണെങ്കിലും ഭയങ്കര റേറ്റാണ്. എല്ലാത്തിനും വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുക, പക്ഷേ പരമാവധി കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കുക.
ഭയങ്കര സ്ലിപ്പറിയാണ് ആ സൈഡൊക്കെ. ഞാൻ ഒരിക്കൽ ഒന്ന് തെന്നിയിട്ടുണ്ട്. വീണിട്ടില്ല, പക്ഷെ ഒരിക്കൽ ഒന്ന് കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി, പിന്നെ അങ്ങനെ എടുത്തിട്ട് വന്നു. ഓക്കെ ഗൈസ്, നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഓഫീസിൽ പോയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിത് ഓഫീസ് വിട്ടു. 6 മണിയായി. ഓക്കെ ഗൈസ്, 6 മണിയായി. നമ്മൾ ഓഫീസ് വിട്ട് ഇറങ്ങി. ഓ മഴ അവിടെ നിന്ന് ഇടിച്ചു കുത്തി മഴ വരുന്നുണ്ട്. അവിടെ നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്കും അങ്ങോട്ട് കടക്കാൻ പറ്റുമോ നോക്കാം. മഴ വരുന്നുണ്ട്. ഈ ക്യാമറ ഒക്കെ എടുത്ത് വെക്കാൻ തോന്നുന്നു കേട്ടോ.